വെൽക്കം ടു മോൾ മാച്ചസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ പനയിൽ നിന്ന് കള്ളെടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു. എല്ലാവരും വീഡിയോ കണ്ടിരുന്നോ? അപ്പം ഇന്ന് ഈ ഓർഗാനിക് പനങ്കള്ള് കൊണ്ട് പാനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോണത്. പാനി എല്ലാവർക്കും അറിയാം. നല്ല സദ്യക്കൊക്കെ പപ്പടവും പഴവും ഒക്കെ കൂടെ ഇങ്ങോട്ട് ഞെരടിയിട്ട് പാനി കൂടെ ഒഴിച്ച് കുടിച്ചാടല്ലോ എന്നോ ഒരു സ്വാദം എന്നറിയോ. ഡൈജഷൻ ഉൾക്കലിനാണ്. ഇപ്പം ഈ നല്ല ഫ്രഷ് ഓർഗാനിക് ആയിട്ടുള്ള പനക്കള്ളത് കിട്ടാത്ത കൊണ്ടാണ് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് ഒന്നാം തരം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റും ഗുണവും എന്താണെന്ന്. അപ്പം ഈ പനങ്കള്ള് കൊണ്ട് എങ്ങനെയാണ് പാനി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 10 ലിറ്റർ കള്ളാണ് എടുത്തിരിക്കുന്നത്. ഇന്നലത്തെയും കള്ളാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിക്കാത്ത മധുരമുള്ള കള്ളാണെങ്കിൽ നമുക്ക് പഞ്ചസാരയൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല, കള്ള് മാത്രം മതി. കള്ള് വറ്റി പകുതിയിൽ കൂടുതൽ വറ്റി തീർന്നിട്ടുണ്ട്. കുറേ മണിക്കൂറുകളായിട്ടുണ്ട്. ഇപ്പോൾ അലുവ ഇളക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കുറേ നേരം തിളച്ച് വറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പിന്നെ തിളപ്പിച്ച് ബാക്കി വറ്റിയാലും മതി. അവസാന ഭാഗമാകുമ്പം കൂടെ തന്നെ നിൽക്കണം. ഇത് കുറച്ചുകൂടെ കൊടുക്കത്തില്ലേ? പാനി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാനിയുടെ പാകം. ഇപ്പം നമ്മുടെ പാനി എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? ഇങ്ങനെ പഴമൊക്കെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി ഒരു അടി അടിക്കണം. ആഹാ, ഓ എന്നാ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് പാനി കഴിക്കാനായിട്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. സൂപ്പർ സാധനം കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ മമ്മി ഉണ്ടാക്കിയ പാനി അതേ അതിലൊരുമായിട്ടൂടെ മുന്നേ ഇരിക്കുന്നു. അടിപൊളിയായിരിക്കുന്നു കേട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നാന്ന് വെച്ചാൽ 10 ലിറ്റർ കള്ള് കൊണ്ട് ഏകദേശം 1.25 ലിറ്റർ പാനി ഉണ്ടാക്കാം. എണ്ണ ഊറ്റുന്ന ഒരു പാകം, നമുക്ക് എണ്ണ ഒരു പാത്രത്തിൽ ഒഴിക്കുന്ന ഒരു പാകമില്ലേ, ആ ഒരു പാകത്തിൽ പാകുവാണെങ്കിൽ പിറ്റേ ദിവസമൊക്കെ യാത്ര അല്ലെങ്കിൽ നമുക്ക് പാനിയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. നമ്മളിങ്ങനെ കയ്യാൽ വെച്ചിങ്ങനെ നൂല് പോലെ വലിക്കുന്ന ആ ഒരു പാകമാണെങ്കിൽ ഈ ശർക്കര പാനിയൊക്കെ നമ്മൾ അരിയുടെ ഉണ്ടാക്കാനൊക്കെ ശർക്കര പാനി യൂസ് ചെയ്തില്ലേ, ആ ഒരു പാകത്തിന് നമുക്ക് ശർക്കര പാനിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ശർക്കര, പാം ഹണിയില്ലേ, ശർക്കര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫ്രഷ് കള്ള് കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ശർക്കരയോ പാനിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനിയും ഒരു വീഡിയോയിൽ കാണാം. ബൈ നൗ.